അടുത്തായിട്ട് നമ്മുടെ പ്ലസ് ടുവിൽ തന്നെ രണ്ടാമത്തെ ചാപ്റ്ററാണ്, സെക്കൻഡ് ഇയറിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ആണ്. സോ അതിൽ നിന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസായി കാണിച്ചേക്കുന്ന 25 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തുടക്കം എടുക്കുക. ആ ഇക്വേഷൻസ് എല്ലാം നിങ്ങളിപ്പം പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും. പ്ലസ് ടു എക്സാം കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പം പ്ലസ് ടു ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഓർമ്മ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, അയച്ചു നോക്കുക. ഇക്വേഷൻസ് എല്ലാം പഠിച്ചിട്ട് മാത്രമേ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാവൂ, എങ്കിലും അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇക്വേഷൻസ് എല്ലാം ബൈ ഹാർട്ട് ആക്കിയതിന് ശേഷം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, സൈൻ ഇൻവേഴ്സ് -1/2 വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, സൈൻ -θ എന്ന് വെച്ചാൽ അത് മൈനസ് സൈൻ തീറ്റയാണ്. അത് സൈൻ്റെ ആംഗിളിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് പുറത്ത് വെക്കാം. സോ സൈൻ -θയുടെ വാല്യൂ മൈനസ് സൈൻ തീറ്റ ആയതുകൊണ്ട് ആ നെഗറ്റീവ് മാറ്റി വെച്ചു. ബാക്കിയുള്ളത് സൈൻ ഇൻവേഴ്സ് 1/2 ആണ്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം, സൈന് ഏത് ആംഗിളിലാണ് 1/2 വരുന്നത് നോക്കുക. സൈന് 1/2 വരുന്നത് സൈൻ 30യിലാണ്, π/6ലാണ്. സോ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും, π/6 ആയിരിക്കും. അതുപോലെ എന്തൊരു നെഗറ്റീവ് ഉണ്ട്, സോ എന്ത് ചെയ്യും, -π/6 ആയിരിക്കും ആൻസർ. ഇനി ഒരു കാര്യം കൂടി ചെക്ക് ചെയ്യണം. ഇവിടെ ഈ കിട്ടിയ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാം, സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് നോക്കുക. അതിൻ്റെ റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 +π/2 ആണ്. ഈ ഒരു റേഞ്ചിനകത്തുള്ള വാല്യൂ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം ആദ്യമേ. സോ നോക്കുകയാണെങ്കിൽ -π/6 എന്ന് പറയുന്ന വാല്യൂ ഉറപ്പായിട്ട് എന്തായിരിക്കും, ഇതിനിടയ്ക്ക് വരുന്ന വാല്യൂ ആണ്. π/2 90 ആണ്, -90 കഴിഞ്ഞാണ് -30 വരിക. സോ ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്ന വാല്യൂ ആയതുകൊണ്ട് എന്തായിരിക്കും ആൻസർ, ഇത് തന്നെ ആയിരിക്കും, -π/6. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, കോസ് ഇൻവേഴ്സ് 1/2 വാല്യൂ വേണ്ടേ. ഇത്രയുള്ള ആലോചിക്കേണ്ട കാര്യം, കോസിന് ഏത് ആംഗിളിലാണ് 1/2 വരിക എന്ന് ആലോചിക്കാം. കോസിന് 1/2 വരുന്നത് π/3യിലാണ്. കോസ് π/3യുടെ വാല്യൂ ആണ് 1/2. സോ ആൻസർ എന്തായിരിക്കും, π/3 ആയിരിക്കും. ഒരു കാര്യം കൂടി ചെക്ക് ചെയ്യണം. ഇനി കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് നോക്കുക. കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവൽ 0π ആണ്. ഈ എല്ലാ ഫംഗ്ഷൻ്റെയും റേഞ്ചും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ തുടക്കത്തിൽ കിടപ്പുണ്ട്, ഇവർ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. സോ കോസ് ഇൻവേഴ്സ് 1/2ൻ്റെ റേഞ്ച് 0π ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ π/3 ആണ്. π/3 എന്ന് പറയുമ്പോഴത്തേക്ക് 60 ആണ്, 60 ആണ്. എന്ത് ചെയ്യും, 0ക്കും 180ക്കും ഇടയിലാണ് 60 വരുന്നത്. സോ എന്തായിരിക്കും ആൻസർ, π/3 തന്നെ ആയിരിക്കും. അടുത്തായിട്ട് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, കോസ് ഇൻവേഴ്സ് -√3/2 ആണ്. സോ എന്ത് ചെയ്യുക, നമുക്ക് വേണ്ട വാല്യൂ ചെയ്യാൻ വേണ്ടി നിങ്ങൾ റിസൾട്ട് നോക്കുക. തുടക്കം കിടപ്പുണ്ടായിരുന്നു. കോസ് ഇൻവേഴ്സ് -θയുടെ വാല്യൂ π- കോസ് ഇൻവേഴ്സ് θ എന്നാണ്. കോസിനകത്ത് നെഗറ്റീവ് എന്ന് എന്ത് ചെയ്യണം, പൈയിൽ നിന്നും ആ ഒരു കോസ് ഇൻവേഴ്സ് θ മൈനസ് ചെയ്യണം. സോ നമ്മൾ തന്നേക്കുന്ന വാല്യൂ ഇതായിരുന്നു, കോസ് ഇൻവേഴ്സ് √3/2 എന്ന് വരും. സോ കോസ് ഇൻവേഴ്സ് √3/2ൻ്റെ വാല്യൂ ആണ്, അതായത് കോസിന് ഏത് ആംഗിളിലാണ് √3/2 വരിക നോക്കുക. സോ π/6ലാണ്. കോസ് π/6ൻ്റെ വാല്യൂ ആണ് √3/2 വരുന്നത്. സോ എന്ത് ചെയ്യുക, π- കോസ് ഇൻവേഴ്സ് θയുടെ വാല്യൂ π/6 എന്ന് വരും. ഇതിൻ്റെ അടിയിൽ ഒന്നിട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 5π/6 ആയിരിക്കും ആൻസർ. 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ, ടാൻ ഇൻവേഴ്സ് √3യുടെ വാല്യൂ വേണ്ടേ. സോ എന്ത് ചെയ്താൽ മതി, ടാനിന് ഏത് ആംഗിളിലാണ് √3 വരുന്നത് നോക്കുക. അപ്പോൾ ടാന് √3 വരുന്ന ആംഗിൾ π/3 ആണ്. ഇത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, ടാനിൻ്റെ റേഞ്ച് നോക്കുക. ടാൻ്റെ റേഞ്ച് -π/2 +π/2 ആണ്. സോ എന്ത് ചെയ്യുക, നമുക്ക് കിട്ടിയ π/3 ഇതിനിടയ്ക്ക് വരുന്ന വാല്യൂ ആണ്. π/2 90 ആണ്, -90ക്കും +90ക്കും ഇടയ്ക്കാണ് π/3 60 വരുന്നത്. സോ എന്തായിരിക്കും അതിൻ്റെ വാല്യൂ, π/3 ആയിരിക്കും. ഇവിടെ ആംഗിളിനകത്ത് നെഗറ്റീവ് വാല്യൂ മാത്രമേ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പോസിറ്റീവ് ആണെങ്കിൽ ഡയറക്റ്റ് എഴുതി പോയാൽ മതി. അടുത്തായിട്ട് 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ, ടാൻ ഇൻവേഴ്സ് -√3 പ്ലസ് സീക്ക് ഇൻവേഴ്സ് -2 മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് 2/√3 ആണ്. സോ അതിൻ്റെ ആൻസർ നോക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് ടാൻ ഇൻവേഴ്സ് -√3യുടെ വാല്യൂ ആണ്. സോ എന്ത് ചെയ്താൽ മതി, ഇവിടെ ടാൻ ഇൻവേഴ്സ് -θ എന്ന് വെച്ചാൽ അത് ടാൻ ഇൻവേഴ്സ് θ ആണ്. സോ എന്ത് ചെയ്യുക, അതിൽ നെഗറ്റീവ് മാറ്റി വെച്ചു പുറത്ത്. ബാക്കിയുള്ളത് ടാൻ ഇൻവേഴ്സ് √3 ആണ്. ഇനി ടാനിന് ഏത് ആംഗിളിലാണ് √3 വരുന്നത് നോക്കിയാൽ മതി. ടാന് √3 വരുന്നത് എവിടെയെന്ന് വെച്ചാൽ π/6ലാണ്, സോറി π/3യിലാണ്. സോ എന്തായിരിക്കും, -π/3 ആയിരിക്കും അതിൻ്റെ ആൻസർ. ഇത് കിട്ടി -π/3 എന്ത് നോക്കുക, ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ചിൽ ഉൾപ്പെടുന്നത് നോക്കുക. സോ എന്തായിരിക്കും, അതിൽ എലമെൻ്റ് ആയതുകൊണ്ട് ബാക്കിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല, -π/3 ആയിരിക്കും ഇതിൻ്റെ വാല്യൂ. സോ രണ്ടാമത് ഫംഗ്ഷൻ ഇതായിരുന്നു, സീക്ക് ഇൻവേഴ്സ് -2 ആണ്. നമുക്കിതിൻ്റെ വാല്യൂ വേണം. അപ്പോൾ ഇനി അറിയേണ്ട കാര്യം, സീക്ക് ഇൻവേഴ്സ് -θ എന്ന് വെച്ചാൽ അത് π- സീക്ക് ഇൻവേഴ്സ് θ ആണ്. സോ എന്ത് ചെയ്യുക, ഒരു π- ബാക്കിയുള്ളത് സീക്ക് ഇൻവേഴ്സ് 2 എന്ന് വരും. അതായത് സീക്കിന് ഏത് ആംഗിളാണ് 2 വരുന്നത് ആലോചിക്കണം.
അപ്പോൾ തിരിച്ചാലോചിച്ചാൽ മതി, സീക്കൻഡ് ഇൻവേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ സീക്കൻഡ് റെസിപ്രോക്കൽ ആയിട്ടുള്ള കോസ് എടുത്താലും മതി. അപ്പോൾ കോസിന് ഏത് ആംഗിളാണ് ഇപ്പോൾ റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ എന്ത് ചെയ്യും, 1/2 എന്ന് ആലോചിക്കുക. 2 ആയതുകൊണ്ട് 1/2 എടുക്കുക. കോസിന് ഏത് ആംഗിളാണ് 1/2 വരുന്നത് ആലോചിച്ചാലും മതി. അതേതായിരിക്കും, π/3 അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ത് വരും, നമുക്ക് π/3 എന്ന് കിട്ടും. π/3 സോ π - π/3 എന്ന് പറയുമ്പോൾ 2π/3 ആയിരിക്കും. 2π/3 ആണ് നമുക്ക് കിട്ടിയ വാല്യൂ. അതെന്തായിരിക്കും, അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ ഉള്ളതായിരിക്കും. സോ ആൻസർ എന്ത് കിട്ടി, 2π/3 എന്ന് കിട്ടും. അടുത്ത മൂന്നാമത്തെ ഇതായിരുന്നു കോസ് ഇൻവേഴ്സ് 2/√3 ആണ്. ജസ്റ്റ് അറിവിൻ്റെ എന്താണ്, കോസിന് ഏത് ആംഗിളാണ്, ഇവിടെ നെഗറ്റീവ് ഇല്ല, അപ്പോൾ എന്ത് ചെയ്താൽ ഡയറക്റ്റ് വാല്യൂ എടുത്താൽ മതി. കോസിന് ഏത് ആംഗിളാണ് 2/√3 വരുന്നത് ആലോചിക്കാം. അപ്പം എന്ത് ചെയ്യുക, കൊസീക്കാണ്. അപ്പോൾ എന്ത് ചെയ്യുക, കൊസീക്കിന് ഏത് ആംഗിളാണ് 2/√3 എന്ന് ആലോചിക്കാം. കൊസീക്കിന് പോലെ എന്തെടുത്താൽ മതി, സൈൻ എടുത്താൽ മതി. അപ്പോൾ സൈന് ഏത് ആംഗിളാണ്, ഇത് തിരിച്ചിടുമ്പോൾ √3/2 എന്ന് വരും. സോ സൈന് ഏത് ആംഗിളാണ് √3/2 വരിക എന്ന് ആലോചിക്കാം. സോ π/3 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും, π/3 ആണ്. അതതിൻ്റെ റേഞ്ചിൽ ഉൾപ്പെടുന്ന വാല്യൂ ആണ്. സോ എന്തായിരിക്കും, π/3 ആയിരിക്കും ആ ഫംഗ്ഷൻ്റെ വാല്യൂ. ഇനി എന്ത് ചെയ്യുക, ഓരോ ടേമിനും പകരം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ -π/3 + 2π/3 - π/3 എന്ന് വരും. ലാസ്റ്റ് എന്ത് ചെയ്യും, ഇത് കട്ടായി പോയി കഴിഞ്ഞാൽ ബാക്കി ലാസ്റ്റ് ആൻസർ 0 ആയിരിക്കും. അടുത്തായിട്ട് 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, കോസ് ഇൻവേഴ്സ് 1/2 + 2 × സൈൻ ഇൻവേഴ്സ് 1/2 + 4 × ടാൻ ഇൻവേഴ്സ് 1/√3 വാല്യൂ വേണ്ടേ. ആൻസർ നോക്കാം. ആദ്യത്തെ ടൈം കോസ് ഇൻവേഴ്സ് 1/2 ആണ്. സോ നെഗറ്റീവ് ഇല്ല, അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് വാല്യൂ എടുത്താൽ മതി. സോ കോസിന് ഏത് ആംഗിളാണ് 1/2 വരെ നോക്കി കഴിഞ്ഞാൽ π/3 ആ π/3 കോസിൻ്റെ റേഞ്ചിൽ ഉൾപ്പെടുന്ന വാല്യൂവാണ്. സോ എന്ത് ചെയ്യാൻ നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് π/3 ആയിരിക്കും അതിൻ്റെ വാല്യൂ. അടുത്ത 2 ആണ്. അപ്പോൾ 2 ബാക്കി നോക്കേണ്ടത് സൈൻ ഇൻവേഴ്സ് 1/2 ആണ്. ഇവിടെ നെഗറ്റീവ് ഇല്ല, അപ്പോൾ എന്ത് ചെയ്യുക, സൈന് ഏത് ആംഗിളാണ് 1/2 വരെ നോക്കുക. സൈന് 1/2 വരുന്നത് π/6 സോ എന്ത് ചെയ്യുക, അതിൻ്റെ വാല്യൂ π/6 ആയിരിക്കും. 2 × π/6 എന്ന് വരും. പ്ലസ് 4 ലാസ്റ്റ് ടാൻ ഇൻവേഴ്സ് 1/√3 ആണ്. അതായത് ടാന് ഏത് ആംഗിളാണ് 1/√3 എന്ന് നോക്കുക. ടാന് 1/√3 വരുന്നത് π/6 സോ എന്ത് ചെയ്യുക, 4 × π/6 എന്ന് വരും. ജസ്റ്റ് ഒന്ന് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് ആൻസർ നിങ്ങൾക്ക് 4π/3 എന്ന് കിട്ടും. കാരണം ഡിനോമിനേറ്റർ എല്ലാം 3 തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മുകളിലെല്ലാം ആഡ് ചെയ്ത് പോയാൽ മതി. 2π + π + π 4πയും താഴെ 3 അതുപോലെ. സോ ആൻസർ 4π/3 ആയിരിക്കും. അടുത്തതായിട്ട് 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ടാൻ ഇൻവേഴ്സ് 1/4 + ടാൻ ഇൻവേഴ്സ് 2/9 വാല്യൂ ആണ് വേണ്ടേ. അപ്പോൾ ആൻസർ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ടാൻ ഇൻവേഴ്സ് 1/4 + ടാൻ ഇൻവേഴ്സ് 2/9 ആണ്. അപ്പോൾ ഇതിനൊരു എക്സ് ആയിട്ടും അല്ലെങ്കിൽ ഇതിനൊരു എ ആയിട്ടും ഇതൊരു ബി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എ + ടാൻ ഇൻവേഴ്സ് ബിയുടെ ഫോർമുല കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ഫോർമുലയാണ് അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷൻ നോക്കി കണ്ടു കാണും. ടാൻ ഇൻവേഴ്സ് a + b/1 - ab ആണെന്ത്, ടാൻ ഇൻവേഴ്സ് a + ടാൻ ഇൻവേഴ്സ് ബിയുടെ ഇക്വേഷൻ. എയുടെ വാല്യൂ 1/4 ബിയുടെ വാല്യൂ 2/9 ആണ്. സോ ഇവിടെ ഡയറക്റ്റ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് a + b അതായത് 1/4 + 2/9 എന്ന് വരും. താഴെ 1 - a × b ആണ്. സോ 1 - aക്ക് പകരം 1/4 × bക്ക് പകരം 2/9 എന്ന് വരും. അപ്പോൾ മേളിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യുക, മേളിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, താഴെ ഇത് ക്രോസ് ചെയ്തിട്ട് 1 ൽ നിന്ന് - ചെയ്യാം. അങ്ങനെ മൈനസ് ചെയ്ത് ഒന്നുകൂടെ ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ടാൻ ഇൻവേഴ്സ് 9 + 80/36 - 2 എന്ന് വരും. വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് 1/2 എന്നായിരിക്കും കിട്ടുന്ന ആൻസർ. സോ എന്തായിരിക്കും, ടാൻ ഇൻവേഴ്സ് 1/2 ആയിരിക്കും ലാസ്റ്റ് ആൻസർ. അടുത്തതായിട്ട് 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, ടാൻ ഇൻവേഴ്സ് x - 1 + ടാൻ ഇൻവേഴ്സ് x + ടാൻ ഇൻവേഴ്സ് x + 1 = ടാൻ ഇൻവേഴ്സ് 3x ആണെങ്കിൽ നമുക്ക് എക്സിൻ്റെ പോസിബിൾ ആയിട്ടുള്ള വാല്യൂസാണ് വേണ്ടത്. അപ്പോൾ ആൻസർ നോക്കാം. ഇതായിരുന്നു നമ്മുടെ ചോദ്യം. നമ്മളതാണ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. അതാണ് ഇവിടെയുള്ള ടാൻ ഇൻവേഴ്സ് എക്സിനെ എന്ത് ചെയ്യുന്നു, റൈറ്റിലേക്ക് വെക്കുന്നു. ബാക്കി ഇവിടെ ടാൻ ഇൻവേഴ്സ് x - 1 ടാൻ ഇൻവേഴ്സ് x + 1 നോക്കിയപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ടാൻ a + ടാൻ b എന്നൊരു ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് എന്ത് ചെയ്യുക, ഈ ടാൻ ഇൻവേഴ്സ് എക്സിനെ റൈറ്റിലേക്ക് വെക്കുക. സോ ലെഫ്റ്റ് സൈഡിലുള്ളത് ടാൻ ഇൻവേഴ്സ് x - 1 + ടാൻ ഇൻവേഴ്സ് x + 1 ആണ്. റൈറ്റിൽ ടാൻ ഇൻവേഴ്സ് 3x - ടാൻ ഇൻവേഴ്സ് x. സോ ഇവിടെ ടാൻ ഇൻവേഴ്സ് a + ടാൻ ഇൻവേഴ്സ് ബിയും റൈറ്റിൽ ടാൻ ഇൻവേഴ്സ് a - ടാൻ ഇൻവേഴ്സ് ബിയുമാണ്. സോ എന്ത് ചെയ്യാൻ, ഇക്വേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കിട്ടും. ടാൻ ഇൻവേഴ്സ് a + b/1 - a × b ആണ്. ഇവിടെ എന്ത് ചെയ്യുക, a - b ആണ് ഫോം. സോ എന്ത് ചെയ്യുക, ടാൻ ഇൻവേഴ്സ് a - b/1 + a × b എന്ന് വരും. സോ അവിടെ ഇക്വേഷൻ അപ്ലൈ ചെയ്തേക്കാണ്.
സോ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ ഫോമിൽ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ ആയിരിക്കും. അതായത് ഈ ആംഗിൾ രണ്ടും എന്തായിരിക്കും സെയിം ആയിട്ട് വേണം. രണ്ട് സൈഡിലും ടാൻ ഇൻവേഴ്സ് ആയതുകൊണ്ട് രണ്ടിൻ്റെയും ആംഗിൾ സെയിം ആയിരിക്കും. സോ എന്ത് ചെയ്യുക, ഈ രണ്ട് ആംഗിൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ടേം ഈക്വൽ ടു ഈ ഒരു ടേം എന്ന് കൊടുക്കുക. സോ അതവിടെ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യില്ല, ഇവിടെ എന്താ -1 ഇത് +1 എന്ത് ചെയ്യും, രണ്ടും കട്ടായി പോയിട്ട് മേളിൽ 2x വരും. താഴെ 1 മൈനസ് ആണ്, മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ -x² എന്നും ഈ -1 + 1 എന്ന് പോകും. സോ 1 + 1 2 - x² ആയിരിക്കും താഴെ വരിക. ഇവിടെ 3x - xൻ്റെ വാല്യൂ 2x ആണ്. താഴെയുള്ളത് 1 + 3x². അതുപോലെ ഇതൊന്ന് ക്രോസ് ചെയ്യുക. നിങ്ങൾ വേണ്ട ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2x × 1 + 3x² ഈക്വൽ ടു ഇങ്ങനെ ഗുണിച്ച് കഴിഞ്ഞാൽ 2x × 2 - x എന്ന് വരും. ഇതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ് ചെയ്യേണ്ടത്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 2x × 1ൻ്റെ വാല്യൂ 2x ആയിരിക്കും. 2x × 3x² 6x³ എന്ന് വരും. റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യുക, ഈ 2x കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 2x × 2ൻ്റെ വാല്യൂ 4x, 2x × -x² വാല്യൂ 2x³ എന്ന് വരും. എന്നാൽ ഇത് ലെഫ്റ്റിലേക്ക് വെക്കുകയാണെങ്കിൽ രണ്ട് ടേം ലെഫ്റ്റിലേക്ക് വെച്ചു, റൈറ്റ് സൈഡ് ഈക്വൽ 0 ആണ്. ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു x³ ടേം ഉള്ളത് 6x³ കൊണ്ട് 2x³ കൊണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ 6 × 8x³ എന്ന് വരും. ബാക്കി 2x കൊണ്ട് -4x ആണ്. അത് ആഡ് ചെയ്താൽ -2x ആയിരിക്കും ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യുക, രണ്ട് ടേമിൽ നിന്ന് 2x കോമൺ എടുത്തു. 2x എടുത്തു കഴിഞ്ഞാൽ ബാക്കി അകത്ത് വരുന്നത് 4x² - 1 ഈക്വൽ ടു 0 എന്നായിരിക്കും. സോ നമുക്ക് കിട്ടിയ ടേം ഇതായിരുന്നു 2x × 4x² - 1 ഈക്വൽ 0. അപ്പോൾ രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ഒന്ന് എന്തായിരിക്കും, ഈ നമ്പർ 0 ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു നമ്പർ 0 ആയിട്ട് വരാം. സോ 2xൻ്റെ വാല്യൂ 0 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും, അതിൽ നിന്ന് 0 എന്ന് കിട്ടും. ഇനി 4x² - 1 0 എടുത്തു കഴിഞ്ഞാൽ ഈ 1 അപ്പോൾ വെക്കുക ആദ്യമേ. അതിന് എക്സിൻ്റെ വാല്യൂ എടുക്കുമ്പോൾ √1/4 എന്ന് വരും. സോ എന്തായിരിക്കും, അത് ± 1/2 ആയിരിക്കും രണ്ടാമത്തെ വാല്യൂ. സോ രണ്ട് വാല്യൂ ഉണ്ട്, 0യും വരാം അല്ലെങ്കിൽ ± 1/2 ആയിരിക്കും എക്സിൻ്റെ വാല്യൂസ്. 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് sin ഇൻവേഴ്സ് 1/5 + cos ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് വേണ്ടേ. അപ്പോൾ ആൻസർ നോക്കാം. അപ്പോൾ നമ്മൾ ആൻസർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ചോദ്യം. ഇതിൽ ഈ സൈൻ എന്ത് ചെയ്യുക, റൈറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ സൈൻ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എന്നാകും. സോ എന്ത് ചെയ്യുക, ബാക്കി ഇവിടെയുള്ള sin ഇൻവേഴ്സ് 1/5 + cos ഇൻവേഴ്സ് എക്സ് മാത്രം ലെഫ്റ്റ് സൈഡിൽ, ഈ സൈൻ റൈറ്റിൽ പോയി കഴിഞ്ഞാൽ sin ഇൻവേഴ്സ് 1 എന്ന് വന്നു. സോ നമ്മൾ ചെയ്യുന്ന കാര്യം sin ഇൻവേഴ്സ് 1/5. അതുപോലെ ഇനി cos ഇൻവേഴ്സ് എക്സിനെ നമ്മൾ മാറ്റി π/2 - sin ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഈ റിസൾട്ട് പഠിച്ചു വെച്ചേക്ക്, ഒരുപാട് സ്ഥലത്ത് അപ്ലൈ ചെയ്യുന്നതാണ്. cos ഇൻവേഴ്സ് എക്സ് എന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, π/2 - sin ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഇനി റൈറ്റ് സൈഡ് ഉള്ളത് sin ഇൻവേഴ്സ് 1 ആണ്, അതിൻ്റെ വാല്യൂ π/2. അതായത് സൈന് ഏത് ആംഗിളിലാണ് 1 വരിക നോക്കുക. സൈന് π/2ലാണ് 1 വരുന്നത്. സോ എന്തായിരിക്കും, അതിൻ്റെ വാല്യൂ π/2 ആയിരിക്കും. ഇവിടെ കണ്ടൊരു π/2 ഉണ്ട്, ഇവിടെ ഒരു π/2 ഉണ്ട്. എന്ത് ചെയ്യുക, രണ്ടും കൂടെ കട്ടായി പോയി. സോ ബാക്കിയുള്ളത് sin ഇൻവേഴ്സ് 1/5 - sin ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 0 എന്നാണുള്ളത്. ഇനി നിങ്ങളുടെ ഈ മൈനസ് ടൈം റൈറ്റിലേക്ക് കൊണ്ടുപോകാണ്. അതായത് sin ഇൻവേഴ്സ് 1/5 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, ഈ -sin ഇൻവേഴ്സ് എക്സ് ഇപ്പുറം വെച്ച് കഴിഞ്ഞാൽ +sin ഇൻവേഴ്സ് എക്സ് എന്നാവും. സോ ഇവിടെ sin ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു sin ഇൻവേഴ്സ് വൈ ഫോം ആണപ്പോൾ എന്തായിരിക്കും, രണ്ടിൻ്റെയും ആംഗിൾ എക്സ് ഈക്വൽ ടു വൈ എന്ന് വരണം. അത് രണ്ട് തരത്തും sin ഇൻവേഴ്സ് ആയതുകൊണ്ട് എന്തായിരിക്കും, ഈ ഒരു ആംഗിൾ രണ്ടും സെയിം ആയിരിക്കും. അതായത് 1/5 ഈക്വൽ ടു എക്സ് എന്ന് എഴുതാൻ പറ്റും. സോ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, 1/5 ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഇവിടെ ചെയ്തേക്കുന്ന മെത്തേഡ് എന്ത് ചെയ്യുക, ഈ ഒരു സൈൻ അപ്പുറം കൊണ്ടുപോയേക്കാണ്. ഈ ഒരു സൈൻ ഇൻവേഴ്സ് ഇപ്പുറം വന്നു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് ഇപ്പുറം വന്നാൽ സൈൻ എന്നാവും. സോ sin ഇൻവേഴ്സ് 1/5 എന്നാവും. സോ എക്സിൻ്റെ വാല്യൂ സൈനും സൈൻ ഇൻവേഴ്സും കട്ടായി പോവും, ക്യാൻസൽ ആയി പോവും. ബാക്കി എക്സ് ഈക്വൽ 1/5 എന്ന് വരും. അങ്ങനെ ആലോചിക്കുന്നതിൽ എന്ത് ചെയ്യുക, രണ്ടും ഈക്വലാണെങ്കിൽ ഈ ആംഗിൾ ഉറപ്പായിട്ടും ഈക്വലായിട്ട് വരും. അങ്ങനെ എടുത്താൽ മതി. അടുത്തായിട്ട് 33ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, കോട്ട് ഓഫ് cos ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു സീക്ക് ഓഫ് tan ഇൻവേഴ്സ് a/√b² - a² ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ വേണ്ടേ. ആൻസർ നോക്കാം. സോ നമ്മൾ ആൻസർ നോക്കുന്നുണ്ട്. ക്വസ്റ്റിൻ്റെ റൈറ്റ് സൈഡുള്ളത് ഈ ഒരു ബ്രാക്കറ്റിനകത്ത് tan ഇൻവേഴ്സ് a/√b² - a² ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ടേമിൽ നമ്മൾ സോൾവ് ചെയ്ത് വരികയാണ്. സോ നമ്മൾ tan ഇൻവേഴ്സ് a/√b² - a² തീറ്റ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു tan ഇൻവേഴ്സ് ഇപ്പുറം വെച്ച് കഴിഞ്ഞാൽ tan തീറ്റ എന്നാവും. tan ഇൻവേഴ്സ് ഇപ്പുറം വന്നാൽ tan തീറ്റ എന്നാവും. സോ എന്ത് ചെയ്യും, a/√b² - a² വാല്യൂ tan തീറ്റ എന്ന് കിട്ടും. സോ tan തീറ്റ വരെ നമുക്ക് കിട്ടി. എന്ത് ചെയ്യാം, ജസ്റ്റ് ട്രയാങ്കിൾ വരയ്ക്കുക. ഇവിടെ തീറ്റ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം tan തീറ്റ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് സൈഡാണ്. സോ ഓപ്പോസിറ്റിൻ്റെ വാല്യൂ എയും അഡ്ജസൻ്റ് സൈഡ് √b² - a² ആണ്. ഇവിടെ തീറ്റ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഇതും അഡ്ജസൻ്റ് സൈഡ് ഇതുമായിരിക്കും. സോ എയും ഇതിൻ്റെ വാല്യൂ എ എന്നും ഇവിടുത്തെ വാല്യൂ കൊടുക്കാം √b² - a² എന്നും കൊടുക്കാം. നമുക്കിനി വേണ്ടത് ഇവിടെ ബാക്കിയുള്ളത് സീക്കാണ്. അതായത് ഇത്രയും ടൈം തീറ്റയായിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഇവിടെ സീക്ക് തീറ്റ ഫോം വരിക. സോ നമുക്ക് വേണ്ടത് ഇതിൽ നിന്ന് സീക്ക് തീറ്റയുടെ വാല്യൂ വേണ്ടേ.
സോ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഹൈപ്പോട്ടന്യൂസിൻ്റെ വാല്യൂ അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ബേസിൻ്റെ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണ്. സോ ഈ ടേം സ്ക്വയർ ചെയ്താൽ ഈ റൂട്ട് മാറും, ബാക്കി ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് വരും. ഈ ടേം സ്കോർ ചെയ്താൽ എ സ്കോർ എന്ന് കിട്ടും. അത് നമ്മളൊന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, ആഡ് ചെയ്ത് അതിനെ റൂട്ട് എടുക്കുകയാണെങ്കിൽ ബി എന്ന് കിട്ടും ലാസ്റ്റ് ആൻസർ. സോ ഹൈപ്പോട്ടന്യൂസ് ഇവിടുന്ന് ബി എന്നായിരിക്കും കിട്ടുക. നമുക്ക് വേണ്ടത് സീക്കാണ് വേണ്ടത്. സീക്ക് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്, അത് അല്ലെങ്കിൽ കോസിൻ്റെ റെസിപ്രോക്കൽ എടുത്താലും മതി. സോ എന്തായിരിക്കും, ബി ബൈ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആയിരിക്കും അതിൽ നിന്ന് സീക്രേറ്റ് ആയിട്ട് ട്രയാങ്കിളിൽ നിന്ന്. സോ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ എന്ത്, ഇവിടുന്ന് സീക്രേറ്റ് ഈ ഒരു വാല്യൂ കിട്ടി. നമുക്കിനി വേണ്ടതാണ് ഇതിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ കോട്ട് കോസിൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈക്വൽ ടു സീക്ക് തീറ്റ. ഇതിന് പകരം എന്ത് കൊടുക്കാൻ പറ്റും, ഈ കിട്ടിയ ബി ബൈ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് കൊടുത്തു. സോ ഇതിന് അടുത്ത വേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് കണ്ട ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഈ കോട്ട് ഇപ്പുറം വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, അത് കോട്ട് ഇൻവേഴ്സ് എന്നാവും. സോ കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ, ഇവിടുത്തെ കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ ഇപ്പുറം വന്നത് കോട്ട് ഇൻവേഴ്സ് ഓഫ് ബി ബൈ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആയി. വീണ്ടും എന്ത് ചെയ്യുക, ഈ ഒരു ടേം എടുത്ത് വീണ്ടും സോൾവ് ചെയ്യുക. അങ്ങനെ കോട്ട് ഇൻവേഴ്സ് ഓഫ് ബി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ നമ്മൾ 5 എന്ന് എടുത്തു. അതിൽ നിന്നാണ് കോട്ട് ഇൻവേഴ്സ് ഇപ്പുറം വന്നു കഴിഞ്ഞാൽ അത് കോട്ട് 5 എന്നാവും. സോ കോട്ട് 5 വാല്യൂ കിട്ടും ബി ബൈ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. വീണ്ടും എന്ത് ചെയ്യുക, ട്രയാങ്കിൾ വരയ്ക്കുക. ഇവിടെ കോട്ട് എടുക്കുക. കോട്ട് എന്ന് വെച്ചാൽ എന്തായിരിക്കും, കോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡാണ്. സോ ഇത് വീണ്ടും വാല്യൂ കൊടുത്ത് ബിയും ഈ ഒരു വാല്യൂവിൻ്റെ വാല്യൂ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആയിരിക്കും. അവിടെ എന്ത് ചെയ്യുക, വീണ്ടും പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഹൈപ്പോട്ടന്യൂസിൻ്റെ വാല്യൂ 2b സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, നമുക്കിവിടെ വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇക്വേഷൻ ഉണ്ടായിരുന്നത് കോസ് ഇൻവേഴ്സ് ഉള്ളപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഇതിൽ നിന്ന് വേണ്ടത് കോസിൻ്റെ വാല്യൂ ഇനി വേണ്ട. സോ ഈ ട്രയാങ്കിൾ എന്ത് ചെയ്യുക, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഫൈ ആണെങ്കിൽ അതിന് കോസ് ഇൻവേഴ്സിൻ്റെ വാല്യൂ വേണം. നമുക്ക് കോസ് ഇൻവേഴ്സ് അത് മുമ്പ് ഒരു കാര്യം കോസ് ഫൈ വാല്യൂ എന്ത് കിട്ടും, ബി ബൈ റൂട്ട് ഓഫ് 2b സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് കിട്ടും. സോ നമ്മൾ എടുത്തത് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു, ഈ ഒരു കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു നമ്മൾ 5 എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിന് എക്സിൻ്റെ വാല്യൂ കോസ് ഇൻവേഴ്സ് 5 ആയിരിക്കും. സോ എന്ത് ചെയ്യുക, കോസ് ഇൻവേഴ്സ് 5യുടെ വാല്യൂ കിട്ടിയായിരുന്നു ബി ബൈ റൂട്ട് ഓഫ് 2b സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്. സോ എക്സിൻ്റെ വാല്യൂ എന്തിനായിരിക്കും, ബി ബൈ റൂട്ട് ഓഫ് 2b സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആയിരിക്കും. 47ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വേണ്ടത് ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് ടാൻ ഇൻവേഴ്സ് 0 പ്ലസ് ടാൻ ഇൻവേഴ്സ് 2 പ്ലസ് ടാൻ ഇൻവേഴ്സ് 3യുടെ വാല്യൂ വേണ്ടേ. ആൻസർ നോക്കാം. സോ നമ്മൾ ആൻസർ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ടൈം ടാൻ ഇൻവേഴ്സ് 1 ആണ്. ടാൻ ഇൻവേഴ്സ് 1ൻ്റെ വാല്യൂ π/4 ആണ്. അതായത് ടാന് ഏത് ആംഗിളിലാണ് 1 വരിക നോക്കുക. ടാന് 1 വരുന്നത് π/4ലാണ്. സോ എന്തായിരിക്കും ആൻസർ π/4. അടുത്ത ടൈം ടാൻ ഇൻവേഴ്സ് 0 ആണ്. ഇനി നോക്കിയാൽ മതി, ടാന് ഏത് ആംഗിളിലാണ് 0 വരുന്നത് നോക്കുക. ടാൻ പൈയുടെ വാല്യൂ ടാൻ 180 ആയിരിക്കും എന്ത് പൈ എന്ന് പറയുന്നത്, പൈ വരിക. സോ എന്തായിരിക്കും അതിൻ്റെ ആൻസർ പൈ ആയിരിക്കും. അടുത്തുള്ളത് ടാൻ ഇൻവേഴ്സ് 2 ഉണ്ട്, ടാൻ ഇൻവേഴ്സ് 3 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ടാൻ ഇൻവേഴ്സ് എ പ്ലസ് ടാൻ ഇൻവേഴ്സ് ബി എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ആണ്. അപ്പോൾ എ പ്ലസ് ബി ആയിട്ട് എന്തായിരിക്കും, ടാൻ ഇൻവേഴ്സ് ഓഫ് എ പ്ലസ് ബി ബൈ 1 മൈനസ് എ ഇൻറ്റു ബി ആണ്. എയുടെ വാല്യൂ 2 ബിയുടെ വാല്യൂ 3 ആണ്. സോ നമുക്ക് ഇവിടെ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 + 3 5 വരും. 1 - 2 × 3 -5 ആയിരിക്കും. സോ 5 5 കട്ടായി പോയാൽ ബാക്കി -1 ആയിരിക്കും ഇവിടെ. ഇവിടെ എന്ത് ചെയ്യുക, അടിയിൽ വന്നിട്ട് ക്രോസ് ചെയ്യുകയാണെങ്കിൽ 5 π/4 എന്ന് കിട്ടും. സോ 5 π/4 പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് -1 എന്നാണ് വരിക. ഇവിടെ നോക്കുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് -1ൻ്റെ വാല്യൂ വേണ്ടേ. സോ അതിൻ്റെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് തീറ്റയുടെ വാല്യൂ മൈനസ് ടാൻ ഇൻവേഴ്സ് തീറ്റയാണ്. സോ എന്ത് ചെയ്യുക, മൈനസ് പുറത്ത് വെക്കാം. ബാക്കിയുള്ളത് ടാൻ ഇൻവേഴ്സ് 1 ആണ്. ടാനിന് ഏതാങ്കിലുള്ള 1 വരുന്നത് ചോദിച്ചാൽ π/4ലാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ആ മൈനസും π/4ഉം കൊടുത്തു. സോ നമുക്ക് ആദ്യത്തെ 5 π/4, അതുപോലെ ലാസ്റ്റ് ബാക്കിയുള്ള ഇതിൻ്റെ വാല്യൂ -π/4. നമ്മുടെ ഡിനോമിനേറ്റർ സെയിം ആണ്, 4 തന്നെ എഴുതാം. 5 π - 4ൻ്റെ വാല്യൂ 4 π ആയിരിക്കും. സോ 4π/4 എന്ന് വരും. 4ഉം 4ഉം കട്ടായാൽ ബാക്കി ആൻസർ പൈ ആയിരിക്കും. അടുത്തായിട്ട് 38ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ 2 സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ സൈൻ ഇൻവേഴ്സ് ഓഫ് 2x റൂട്ട് ഓഫ് 1 - x² ആണെങ്കിൽ എക്സ് ഏത് ഇൻ്റർവെൽ, ഈ ഒരു ഫംഗ്ഷൻ്റെ ഏതൊരു ഇൻ്റർവെല്ലിനകത്ത് വരുന്ന ചോദിച്ചേക്കുന്നത്. സോ ആൻസർ നോക്കാം. അപ്പോൾ ആൻസർ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 2 സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2x റൂട്ട് ഓഫ് 1 - x² ആണ്. സോ രണ്ട് സ്ഥലം എന്താ, സൈൻ ഇൻവേഴ്സ് ആണുള്ളത്, സൈൻ ഇൻവേഴ്സ് എക്സ് ആണ് കിടക്കുന്നത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് പറയുന്നത് -π/2 മുതൽ +π/2 ക്ലോസ്ഡ് ഇൻ്റർവെല്ലുമാണ്. സോ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും, ഈ ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ എന്ത് തന്നെ ആയിരിക്കും. അപ്പോൾ റേഞ്ച് പറയുന്നത് -π/2നും +π/2നും ഇടയ്ക്കായിരിക്കും. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും തന്നെ, -π/2 < 2 സൈൻ ഇൻവേഴ്സ് എക്സ് < π/2 എന്ന് വരും. <= വന്നത് ഇവിടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ലെസ് മാത്രമേ വരൂ. ഇനി നമുക്ക് വേണ്ടത് 2 സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ചാണ് എന്ത്, -π/2 +π/2. നമുക്ക് വേണ്ടത് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ വേണ്ട അതിൽ നിന്ന്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു കിടക്കുന്ന 2 ഒഴിവാക്കണം.
അതിനുവേണ്ടി എന്ത് ചെയ്യുക, എല്ലാ ടേമിനെയും ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും, ഇവിടെ -5/2/2 ഒരു ബൈയും കൂടെ 2 വരും. അതെന്ത് ചെയ്യും, ഇവിടെ ഇൻറ്റു 2 എന്നാവും. അപ്പോൾ -5/2/4 എന്ന് വരും. അടുത്ത് എന്ത് ചെയ്യും, ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 കട്ടായി പോയി, ബാക്കി നടക്കുന്നത് മാത്രമേ ഉള്ളൂ, sin ഇൻവേഴ്സ് x മാത്രമേ ഉള്ളൂ. അതുപോലെ π/2 എന്ത് ചെയ്യുക, ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ π/4 എന്ന് കിട്ടും. സോ നമുക്ക് sin ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് അധികം എന്ത് കിട്ടി, -π/4 sin ഇൻവേഴ്സ് x π/4 എന്ന് കിട്ടി. ഇനി നമ്മുടെ എക്സ് എലമെൻറ്റ് ഓഫ്, ഇനി എക്സ് ഏത് വാല്യൂ കിട്ടുന്നത്, എക്സിന് കിട്ടുന്ന ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നതായിരിക്കും sin ഇൻവേഴ്സ് ഓഫ് -π/2 ആയിരിക്കും, π/4 ആയിരിക്കും. sin ഇൻവേഴ്സ് ഓഫ് -π/4ൻ്റെ വാല്യൂ -1/√2 ആണ്. നിങ്ങൾക്ക് അത് വാല്യൂ എടുക്കാൻ അറിയാം. ഇനി ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് sin ഇൻവേഴ്സ് ഓഫ് π/4 ആയിരിക്കും. അതിൻ്റെ വാല്യൂ 1/√2 ആണ്. സോ എന്തായിരിക്കും, എക്സ് എലമെൻറ്റ് ഓഫ് -1/√2, 1/√2 ആയിരിക്കും. അടുത്തായിട്ട് 43ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, tan ഇൻവേഴ്സ് എക്സ് മൈനസ് tan ഇൻവേഴ്സ് വൈയുടെ വാല്യൂ tan ഇൻവേഴ്സ് എ ആണെങ്കിൽ അതിൽ എയുടെ വാല്യൂ വേണ്ടേ. അപ്പോൾ ആൻസർ നോക്കാം. ഇപ്പോൾ ആൻസർ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡുള്ളത് tan ഇൻവേഴ്സ് എക്സ് മൈനസ് tan ഇൻവേഴ്സ് വൈ ഫോമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ tan ഇൻവേഴ്സ് എക്സ് മൈനസ് y/1 + xy എന്നൊരു അത് ഇക്വേഷനാണ്. സോ റൈറ്റ് സൈഡ് tan ഇൻവേഴ്സ് എ തന്നെ. വീണ്ടും എന്ത് ചെയ്യുക, ഇവിടുന്ന് രണ്ടിൻ്റെയും ആംഗിൾ ഈക്വലായിട്ട് വരും. സാധനം ഇവിടെ എന്താ, tan ഇൻവേഴ്സും ഇവിടെയും tan ഇൻവേഴ്സ് തന്നെയാണ്. അപ്പോൾ എന്തായിരിക്കും, ഈ ഒരു ആംഗിളും ഈക്വൽ ആയിരിക്കും. സോ x മൈനസ് y/1 + xy = a നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ അവിടെ എയുടെ വാല്യൂ അത് തന്നെയാണ്, ഇത്രയേ ഉള്ളൂ, x മൈനസ് y/1 + xy ആയിരിക്കും എയുടെ വാല്യൂ.